Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the fourth lecture of Customs Duty and Overview. We discussed the second module of Customs Duty and Overview, that is Customs Act 1962. The meaning of Customs Duty. Customs duty refers to the duty levied on the import of the goods as well as on the export of the goods. Duty imposed on the goods imported into the country is called import duty, and duty levied on the goods export outside the country is called export duty. Simply, customs duty is tax levied on the import and export of goods. Customs duty പറയുന്നു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈടാക്കുന്ന ഡ്യൂട്ടിയെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മുടെ കൺട്രിയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ ആ ഡ്യൂട്ടിയെ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നും, നമ്മുടെ കൺട്രിയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്ക് നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡ്യൂട്ടിയെ എക്സ്പോർട്ട് ഡ്യൂട്ടി എന്നും പറയും. ബേസിസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഡ്യൂട്ടി. Import duty and export duty may be determined on the following two bases. First one, ad valorem duty. When the duty is determined on the basis of the value of goods, it is referred to as ad valorem duty. Second one, specific duty. When the duty is determined on the basis of the measurement of goods, it is called specific duty. Ad valorem duty പറയുന്നു ഗുഡ്സിൻ്റെ വാല്യൂൻ്റെ ബേസിസിൽ നമ്മൾ ഡ്യൂട്ടി നിശ്ചയിക്കുകയാണ് എങ്കിൽ അത് അഡ് വലറം ഡ്യൂട്ടിയും, ഗുഡ്സിൻ്റെ മെഷർമെൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡ്യൂട്ടി നിശ്ചയിക്കുന്നതെങ്കിൽ അതിനെ സ്പെസിഫിക് ഡ്യൂട്ടി എന്നും പറയാം. സ്പെസിഫിക് ഡ്യൂട്ടി. സ്പെസിഫിക് ഡ്യൂട്ടി ഈസ് എ കൈൻഡ് ഓഫ് ഡ്യൂട്ടി വിച്ച് ഈസ് ലെവീഡ് ഓൺ സഡൻ ഫിസിക്കൽ മെഷർമെൻറ്റ് ഓഫ് ഗുഡ്സ് സച്ച് ആസ് വെയ്റ്റ്, ലെങ്ത്, വോളിയം, തിക്നെസ് എക്സെട്ര ഓഫ് ദ ഐറ്റം. In such cases, calculation of duty payable is comparatively easy. However, the disadvantage is that even if selling price of the product increases, revenue earned under such duty does not increases correspondingly. സ്പെസിഫിക് ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് ഫിസിക്കൽ മെഷർമെൻറ്റ് ഓഫ് ഗുഡ്സിൻ്റെ ബേസിസിലാണ്. ദാറ്റ് ഈസ് വെയ്റ്റ്, ലെങ്ത്, വോളിയം, തിക്നെസ്. ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വെയ്റ്റും ലെങ്തും വോളിയം തിക്നെസ്സും ഒക്കെ നോക്കി അതിൻ്റെ ഫിസിക്കൽ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമ്മൾ ഡ്യൂട്ടി നിശ്ചയിക്കുകയാണ് എങ്കിൽ ആ ഡ്യൂട്ടിയെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് ഫിസിക്കൽ മെഷർമെൻറ്റ് ഓഫ് ഗുഡ്സിൻ്റെ ബേസിസിലാണ്. ദാറ്റ് ഈസ് വെയ്റ്റ്, ലെങ്ത്, വോളിയം, തിക്നെസ്. ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വെയ്റ്റും ലെങ്തും വോളിയം തിക്നെസ്സും ഒക്കെ നോക്കി അതിൻ്റെ ഫിസിക്കൽ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമ്മൾ ഡ്യൂട്ടി നിശ്ചയിക്കുകയാണ് എങ്കിൽ ആ ഡ്യൂട്ടിയെയാണ് സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അഡ് വലറം ഡ്യൂട്ടി. ആൻ അഡ് വലറം ഡ്യൂട്ടി is a tax based on the assessed value of an item such as real estate or personal property. The most common ad valorem taxes are property taxes levied on real estate. അഡ് വലറം ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് ഒരു ഐറ്റത്തിൻ്റെ അസസ്ഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ് ഓർ പേഴ്സണൽ പ്രോപ്പർട്ടി. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അഡ് വലറം ഡ്യൂട്ടി എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിലെ പ്രോപ്പർട്ടി ടാക്സ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് കസ്റ്റംസ് ഡ്യൂട്ടി, ബേസിസ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി, സ്പെസിഫിക് ഡ്യൂട്ടി ആൻഡ് അഡ് വലറം ഡ്യൂട്ടി. ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ് എത്രയും വേഗം എഴുതി അയയ്ക്കുക. താങ്ക് യു ഫോർ ലിസണിങ്.